എറണാകുളം മട്ടാഞ്ചേരിയിലെ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിൽ 2 പേർ കൂടി അറസ്റ്റിൽ. ഉത്തർപ്രദേശ്, ബീഹാർ സ്വദേശികളെ ഡൽഹിയിൽ നിന്നാണ് പിടികൂടിയത്. മട്ടാഞ്ചേരി സ്വദേശിയായ വീട്ടമ്മയിൽ നിന്ന് 2,88,10,000 രൂപയാണ് സംഘം തട്ടിയത്. സിജോ വർഗീസ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സിജോ, ഇനി എത്ര പേർ കൂടി പിടിയിലാവാനുണ്ട്? വർഷ, ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ പിടിയിലാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ മുംബൈ തിലക് നഗർ സ്റ്റേഷനിൽ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഒരു കേസുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണ് എന്ന് പറഞ്ഞ് ഈ വീട്ടമ്മയെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഈ പ്രതികൾ തട്ടിപ്പ് നടത്തിയത്. ഇതുമായി കോടതിയുടെ അന്തരീക്ഷം വരെ സൃഷ്ടിച്ചു. സാക്ഷിയെ നിരത്തി വാദപ്രതിവാദങ്ങൾ നടന്നു. ഇതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ ഹാജരാക്കി. അങ്ങനെ പല ഘട്ടങ്ങളിലായി ഏതാണ്ട് 12 തവണകളായി തന്നെയാണ് ഈ 2,88,10,000 രൂപ ഈ പ്രതികൾ കൈക്കലാക്കുകയും ചെയ്തത്. ഈ കേസിൽ നിന്ന് വിടുതൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം എന്ന് ഈ വീട്ടമ്മയെ പറയുകയും വീട്ടമ്മ മട്ടാഞ്ചേരി പോലീസിനെ സമീപിക്കുകയും ചെയ്തതോടുകൂടിയാണ് പോലീസിന് ഇക്കാര്യത്തിൽ സംശയം തോന്നുന്നത്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മഹാരാഷ്ട്ര സ്വദേശിയായ സന്തോഷ് പിടിയിലായിരുന്നു. സന്തോഷിനെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഇപ്പോൾ UP സ്വദേശി അതുൽ ഠാക്കൂർ, ബീഹാർ സ്വദേശി മുഹമ്മദ് ദിൽഷാദ് എന്നിവരെ കൂടി പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ ഈ ഓൺലൈൻ ബിസിനസ് രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ആളുകൾ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്ന ആളുകളെ അത് ഇതര സംസ്ഥാനങ്ങളിൽ എത്തി കേരള പോലീസ് പിടികൂടുന്നു എന്നുള്ളത് പോലീസ് സേനയ്ക്ക് തന്നെ അഭിനന്ദനം അറിയിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്തായാലും ഓൺലൈൻ തട്ടിപ്പ് കേസുകൾ വ്യാപകമായ രീതിയിൽ കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ ചടുലമായ നീക്കങ്ങൾ ഉണ്ടാകുന്നു. മലയാളികളും ഇതര സംസ്ഥാനക്കാരുമായിട്ടുള്ള പ്രതികൾ പിടിയിലാകുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യവും. വർഷ. ശരി സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകി.